ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ ഡിവിഷൻ മാച്ചിലേക്ക് അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ ഒപ്പോണ്ട് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കി എങ്ങനെ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എൻ്റെ മോനെ 4-1-1-4 ആണ് സാബിയുടെ. റൊമിനിങ് ഉണ്ട്, പിന്നെ സക്കയുണ്ട്, എംബാപ്പെ, നെയ്മർ, ബെല്ലിംഗാം, അതുപോലെ തന്നെ റോഡ്രി, എല്ലാവരും അതുപോലെ തന്നെ അടിപൊളി എന്തായാലും ഒപ്പോണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് റൊമിനിങ്ങുള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ ഒരു സ്റ്റണ്ണിങ് ഷോട്ടൊക്കെ ഉറപ്പായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും കാസിലിയോസ് ആണ് അവരുടെ ഗോളി ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റോ വാൽവര നമ്മുടെ സാബി അലോൻസോ. അറ്റ്ലീസ്റ്റ് യു ട്രൈഡ്. ഓക്കെ, അടിപൊളിയായിട്ട് ഒപ്പോണ്ട് തന്നെയാണ് എന്തായാലും പേരെടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെച്ച് നമുക്ക് തന്നെയാണ് കിട്ടുന്നത് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ മാച്ചിന്. ഓക്കെ, വരട്ടെ ഗൈസ്. അപ്പോൾ കുറേ ആയിട്ട് പറയുന്നു നമ്മുടെ ഈ ഫുട്ബോളിൽ പാക്കേജ് സൈസ് വലുതായി വരുന്നത്. നമുക്ക് നോക്കാം. മെസ്സി ടു ജെറാഡ് ടു ബെക്കംബാർ ടു കോസ്റ്റേട്ട ടു അതെന്താ ഫസ്റ്റ് ത്രോ ആയാലോ ഗൈസ്. ചെറിയ എന്തോ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് നെറ്റ്വർക്ക് പ്രശ്നം കാരണം ബെർഗോമി ഇടാൻ പോകണം. അത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ബെല്ലിംഗാം റൂമിനിങ് എൻ്റെ സംഭവം. എൻ്റെ മനുഷ്യൻ എൻ്റെ മുന്നിൽ എന്താടാ ഇത്? വെടിക്കെട്ടൊരു ഷോട്ട് വയസ്സ് അട്ടി അടിച്ച് റോബിനിങ് വയസ്സ് 3-ാം മിനിറ്റിലാകുമ്പോൾ കാസിലിയോസ് തന്നെ കിടിലൊരു ഗോൾ അടിച്ചു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു കിടിലൻ ഷോട്ട് അടിക്കുന്നു. എൻ്റെ മോനെ റോബിനിങ് കറക്റ്റ് ക്ലിയർ ഷോട്ട് വയസ്സ്. അപ്പം എന്തായാലും കിടിലൊരു ഗോളായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. മെസ്സി ടു ജെറാഡ് ടു ട്രൂപ്പാസ്, ഗുണ്ടഗൻ ടു ഗ്രീസ്മാൻ ടു എന്തുവാണ് ഈ റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഇപ്പോൾ ട്രൂപ്പാസ് അടുത്തേ പോയി. ബെർഗോമി, വാൻഡെവൻ ടു ബെക്കംബാർ ടു ബെല്ലിംഗാം. ഓക്കെ, ബെല്ലിംഗാം ടു സക്ക ടു ബെർഗോമി. ഓക്കെ, സക്ക എനിക്ക് തോന്നുന്നു അന്ന് ഷോട്ട് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നെവസ്, ബെല്ലിംഗാം, റൂബൻ ടു ബെല്ലിംഗാം എടുത്തിട്ടുണ്ട് ഗൈസ്. ജെറാഡ്, ഗ്രീസ്മാൻ. ഓക്കെ, ഗ്രീസ്മാൻ ഒരു ത്രൂ പാസ് മറഡോണ ഗൈസ്. അപ്പം നൈസ് പാസ് കിട്ടിയിട്ടുണ്ട് മറഡോണ. ഓക്കെ ഗൈസ്, ഗോൾ ഗൈസ്. അപ്പം നമ്മൾ 12-ാം മിനിറ്റിൽ നൈസ് കംബാക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് മറഡോണ. കിട്ടുന്നൊരു ഗോളുമായിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. നൈസ് ഒരു ത്രൂ പാസ് ആയിരുന്നു ഗ്രീസ്മാൻ്റെ അടുത്ത്. നല്ലൊരു സ്റ്റണ്ണിങ് ഷോട്ട് ഗൈസ്. അപ്പം സൈഡ് തട്ടിയാണ് പോയത്. എന്നാലും നൈസൊരു പാസ്സായിരുന്നു, ത്രൂ പാസ്. 3 പേരെ അങ്ങനെ വെട്ടിച്ച് മറഡോണ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് തിരിച്ചു വരാം. എംബാപ്പെ ടു റൂബൻ ടു ബെർഗോമി, സക്ക ഗൈസ്. ചില സ്ഥലത്ത് സ്പീഡുണ്ട്. റൂബൻ, ബെല്ലിംഗാം, ഓക്കെ ഗൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ത്രൂ പാസ് കൊടുത്തു. ഗ്രീസ്മാൻ ടു മറഡോണ. ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഓക്കെ വാൽവരുടെ ക്രോസ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. ഗൈസ് ക്രോസ് ചേട്ടാ ഗൈസ്, ചെറുതായിട്ടൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. മാച്ച് എന്തായാലും നമുക്കങ്ങനെ മാച്ചിൽ ആദ്യത്തെ കോർണർ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാനാണ് എടുക്കാൻ പോകുന്നത്. ഗ്രീസ്മാൻ ടു ഗൈസ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കോർണർ ആരെ കൊണ്ട് ഇടുന്നത്. ഓക്കെ, കുറച്ചൊന്ന് കയറിപ്പോയി ഗൈസ്, അല്ലെങ്കിൽ അത് ഇങ്ങനെയെങ്കിലും ക്രോസ് ആയിട്ട് എടുത്ത് ഇങ്ങോട്ട് അടിക്കുമായിരുന്നു. കാസിലിയോസ് ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. വാൽവരുടെ എൻ്റെ മോനെ. ഞാൻ വിചാരിച്ചു ഗൈസ് വീണ്ടും നല്ലൊരു ചാൻസ് കിട്ടി. സക്ക ടു ഓക്കെ നെയ്മർ. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. വൈറ്റ് ഷോട്ട് അടിക്കുന്നു. എടാ അത് ബാക്കോട് അടിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. മറഡോണ ഓസ്റ്റേട്ട ടു നെയ്മർ. ഓക്കെ, നെയ്മർ നമ്മുടെ നെയ്മർ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് അടിച്ചു വിടുന്നു. മറഡോണ അവിടെ വരെ എത്തുന്നുണ്ടോ. സക്ക. ഓക്കെ, ഗുണ്ടഗൻ, ബെർഗോമി. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ്. ഓക്കെ, ബെക്കംബർ, നെയ്മർ. ഓക്കെ, റോബിനിങ് വീണ്ടും. ഓക്കെ, ഷോട്ട് അടിക്കാൻ സമ്മതിക്കുന്നു. ഓക്കെ, എൻ്റെ മോനെ കോസ്റ്റേട്ട. വൈറ്റ്, ബെക്കംബർ ടു നെയ്മർ. പണി വെക്കല്ലേ
വൈറ്റ്, വാൽവerde, ഊഫ്, ബെലിംഗാം, മാർക്കിനസ്, ജെറാർഡ്, മെസ്സി. അവിടേക്ക് ഒരു ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല. സക്ക, എംബാപ്പെ, ഊഫ്, എൻ്റെ മോനെ, എടാ പണിയാവരുത്. ഊഫ്. ഓക്കെ അപ്പോൾ എന്തായാലും പുറത്തേക്ക് അടിച്ചു വിട്ടു. ഹാഫ് ടൈം ആവാൻ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. എന്തായാലും പുറത്തേക്ക് കഴിച്ചു പോയത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഗോളി ടു എല്ലാവരും ഉണ്ട്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു സബ് എടുക്കണമെന്ന് തോന്നുന്നു. റോഡ്രിഗർ ഇറക്കാം നമുക്ക് എന്തായാലും. കാരണം ചെക്കൻ വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഡിഫൻസ് പ്രശ്നം ഉണ്ടെങ്കിൽ റോഡ്രിഗർ ഏറ്റെടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റോഡ്രിഗറിനോട് സെറ്റാക്കി വെച്ചത്. അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതാ ഡിഫൻസൊക്കെ വെച്ചേക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് തിരിച്ചു വരാം. റോഡ്രിഗറിനൊരു വിശ്വാസമുണ്ട് ഗൈസ്. കാരണം റോഡ്രിഗർ അങ്ങനെയൊന്നും ഇത് ആക്കൂല. അതുകൊണ്ടാണ് മാനേജർ ടു. ഓക്കെ, മാനേജർ ടു. ഓഫ്, വാൽവെർഡേക്ക് കിട്ടിയിട്ടില്ല. റോഡ്രിഗർ, ഓഫ്, നെയ്മർ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ നെയ്മർ എന്തായാലും ക്രോസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കിനസ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും എടുത്തിട്ടുണ്ട്. ഗോൾ നൈസായിട്ട് എടുത്തുകൊണ്ട് ഒരു സീനില്ല. മാനേജർ ടു മറഡോണയൊക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ്. മറഡോണ, ഓഫ്, വീണ്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഇപ്പോൾ നില്ലാണ്. 1-1 അടിച്ചിട്ടുണ്ട്. ഷോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ടേ നമ്മൾ അടിച്ചിട്ടുള്ളൂ. അത് 3 ഷോട്ട് അടിച്ചു ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സബിലേക്ക് കിടക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ നമുക്ക് നെയ്മറിനെ ഇറക്കാം. വേറെ ഇപ്പോൾ ഹെർണാണ്ടസിനെ ഇറക്കാം ഗൈസ്. ഇപ്പോൾ തൽക്കാലത്തേക്കാണ് മതി. പിന്നെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ നടക്കും നമുക്ക് നോക്കാം. എന്തായാലും അവരുടെ ടച്ചാണ് ഗൈസ്. എംബാപ്പെ ടു ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എംബാപ്പെ ടു ബെലിംഗാം ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ ടു നെയ്മർ ടു ഒരു ത്രൂ പാസ് വാൻഡേവൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വാൻഡേവൻ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു ത്രൂ പാസ് നമുക്ക് കിട്ടില്ല. ത്രോ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് വാൽവെർഡെ ടു. ഓക്കെ, മെസ്സി. പിന്നെ 3 ഗൈസ്. അപ്പോൾ നെയ്മർ ടു റൂണി ഗൈസ്. അപ്പോൾ റൂണിങ് പോകുന്നുണ്ട്. ജെറാർഡ് ഉണ്ട്, കുഴപ്പമില്ല. അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ജെറാർഡ് ടു ഷോട്ട്, ലോങ് ഷോട്ട്. ഓക്കെ, അപ്പം മെസ്സി, നെയ്മർ, വാൽവെർഡെ, ഉണ്ടകൻ, മെസ്സി, നെയ്മർ. ഓക്കെ, എടാ ബെക്കംബർ എല്ലാം നൈസൊരു ത്രൂ പാസ് കിട്ടിയിരുന്നു ഗൈസ്. ഓക്കെ, അവിടെയൊക്കെ ചാടി വീണു. ബെലിംഗാം റൂണിങ് ഒരു സ്റ്റണ്ടിങ് ഷോട്ടിങ് ഉണ്ടാവും എനിക്കറിയില്ല. എന്തായാലും ഗൈസ് കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. വൈറ്റ്, റോഡ്രിഗർ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. മെസ്സി, ഓക്കെ, നെയ്മർ, ഓക്കെ, വാൽവെർഡെ, മെസ്സി. എടാ ബെർഗോമി എടുത്തടാ ഗൈസ്. ഗ്രീസ്മാന് കൊടുത്താണ് ത്രൂ പാസ് ഇട്ട്, പക്ഷെ നടന്നില്ല. റോഡ്രിഗർ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ റോഡ്രിഗർ ടു ഹെർണാണ്ടസ്, ഗ്രീസ്മാൻ. ഓഫ്, ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഗ്രീസ്മാൻ ടു ഹെർണാണ്ടസ്, ഒരു ത്രൂ പാസ്. ഗ്രീസ്മാൻ വീണ്ടും. ഓക്കെ, ഹെർണാണ്ടസ് ഒരു ത്രൂ പാസ്. ഗ്രീസ്മാൻ. ഗൈസ് ഓഫ് സൈഡ് ഇപ്പോൾ ഗൈസ്. അതിൽ ഒരു ഷോട്ട് അടിക്കാൻ നല്ല ചാൻസ് ആയിരുന്നു, കിട്ടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും പറയുക, നല്ല ഷോട്ടുകളാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അടിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മെസ്സിൻ്റെ എനർജി തീർന്നു. അവിടേക്ക് നമുക്ക് നമ്മുടെ എംബാപ്പേനെ ഇറക്കാം. ഞാൻ ഓൾറെഡി ഗൈസ് ഫ്ലെക്സിബിളാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ സബ്. അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്തോളും. പക്ഷേ എന്താ പറയുക, അത് ഞാൻ ഓഫാക്കിയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക, ഓക്കെ ഗൈസ്. അപ്പോൾ ഒപ്പോട്ട് സെറ്റാണ്. നമുക്ക് മാച്ചിലേക്ക് തിരിച്ചു വരാം. നോക്കുകയാണെങ്കിൽ ബെർഗോമി ടു. ഓക്കെ, കോസ്റ്റേറ്റർ നെയ്മർ കിട്ടും. ഓക്കെ, ഇല്ല ഗൈസ്. മറഡോണ, ഗൈസ് പുതിയൊരു പ്ലെയർ വന്നിട്ടുണ്ട്. ഓക്കെ, റാഫേലിയോ, വൈറ്റ്, ജെറാർഡ്. ഓക്കെ, എംബാപ്പെ, റോബിനിങ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഒരു പാസ്. വാൽവെർഡെ നൈസൊരു പാസ്. ജെറാർഡ്. ഓക്കെ, ഗുണ്ടകൻ. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ലെവൻഡോസ്കി ഗൈസ്. അപ്പോൾ എംബാപ്പെ, എൻ്റെ മോനെ ഇവിടെ ഫ്രീ അല്ല. എന്തായാലും ഗൈസ് നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു അടിപൊളി കോർണർ കിക്ക്. നമുക്ക് നോക്കിയാൽ ഇപ്രാവശ്യം നമ്മൾ ഗുണ്ടകനെ കൊണ്ടാണ് അടുപ്പിക്കുന്നത്.
ഗ്രീസ്മാനെ കൊണ്ടാണ് ഏകദേശം അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കാം. ഓഫ് ഹെഡിങ് കേസ് ലെവൻഡോസ്കി, എംബാപ്പെ, ഡെവാൻ ഹെർണാണ്ടസ്. ഓക്കെ ബെക്കാം ഇറക്കിയിട്ടുണ്ട് ത്രൂ പാസ്. ഹെർണാണ്ടസ്, ഓക്കെ ലെവൻഡോസ്കി. ഒരു ഷോട്ട് നെയ്മർ. എടാ നെയ്മറിനെ കൊണ്ട് അടിപ്പിച്ചു കേസ് അപ്പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കയറുമെന്ന് കേസ്. അപ്പോൾ ജെറാർഡ് എടുത്തിട്ടുണ്ട് കേസ്. നെയ്മർ എടുത്തിട്ടുണ്ട്. നെയ്മർ, എംബാപ്പെ, ഈ ബെക്കംബർ കേസ്. വൈറ്റ് ടു ജെറാർഡ്. ഓക്കെ ജെറാർഡ് ടു വൈറ്റ്. നെയ്മർ ടു ഓഫ് ബെക്കംബർ അറ്റാക്ക് ചെയ്തു ഈ സമയം. എന്തായാലും 83 മിനിറ്റ് ആയിരുന്നു. നമുക്ക് നോക്കി നോക്കാം. ഹാളൻഡ്, ബെക്കാം ഗൈസ്. ഓക്കെ ബെക്കാമിൻ്റെ പോയോ? എടാ ഹെർണാണ്ടസ് ടു ഉണ്ടകൻ ടു. എടാ ഷോട്ട് എടുക്കുന്നുണ്ട് വൈറ്റ്. വാൽവെർഡെ, ബെക്കംബർ ഫുൾ ഷോട്ട് ഉണ്ടായിരുന്നില്ല ഗൈസ്. റാഫേലിയോ, ഓക്കെ മാർക്കിനസ് എടുത്തിട്ടുണ്ട് ഷോട്ട്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് എംബാപ്പെ ഓഫ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു ഗൈസ്. ആ ഒരു റൊമിനിങ്ങിൻ്റെ ഷോട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ മാച്ച് അങ്ങനെ ജയിച്ചാൽ ഒരു ഗോളിന്. അപ്പോൾ എന്തായാലും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.